قال الله تعالى في الكتاب العزيز الحكيم أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم فإذا انسلخ الأشهر الحرم فاقتلوا المشركين حيث وجدتموهم فخذوهم واحصروهم واقعدوا لهم كل مرصد كل مرصد فإن تابوا وأقاموا الصلاة وآتوا الزكاة خلوا سبيلهم إن الله غفور رحيم صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والعاقبة للمتقين والحمد لله رب العالمين. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളായ സഹോദരി സഹോദരന്മാരെ, പ്രപഞ്ചനാഥനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അതിലംഘിക്കാതെ വ്യക്തിജീവിതത്തെയും കുടുംബജീവിതത്തെയും സാമൂഹിക ജീവിതത്തെയും മുന്നോട്ട് നയിക്കണമെന്ന് ആദ്യമായി എന്നോടും പിന്നീട് നിങ്ങളെയും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. ജീവിതത്തിലുടനീളം റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങളനുസരിച്ച് ജീവിക്കുവാനും അവസാനം പൂർണ്ണമായ ഈമാനോടുകൂടി ലോകത്ത് നിന്ന് വിട പറയുവാനും നാളെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അംബിയാ മുർസലീങ്ങളോടൊപ്പം സന്തോഷം കഴിഞ്ഞുകൂടുവാനുമുള്ള തൗഫീഖ് നൽകി റഹ്മുർ-റഹീമീനായ റബ്ബ് നമ്മെല്ലാവരെയും എല്ലാ അർത്ഥത്തിലും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കറിയാം, കഴിഞ്ഞ ഖുതുബക്ക് തൊട്ടു മുമ്പുള്ള ഖുതുബയിൽ ജൻ ടി വിയുമായി ബന്ധപ്പെട്ട് ജൻ ടി വിയിൽ നടന്ന ഒരു ചർച്ചയിൽ ചില ആളുകൾ ഇസ്ലാമിന് നേരെ അതിഗുരുതരമായ ചില ആരോപണങ്ങൾ ഉന്നയിച്ചതിൻ്റെ ഭാഗമായിട്ട് അതുമായി ബന്ധപ്പെട്ടാണ് ആ ഖുതുബയിൽ നമ്മൾ പറഞ്ഞത്. അതിൻ്റെ ഒരു വശമാണ് പറഞ്ഞത്. ആ ചർച്ചയിൽ ഏറ്റവും ഗൗരവമായിട്ട് ഉന്നയിച്ച ഒരാരോപണം, വിശുദ്ധ ഖുർആൻ അമുസ്ലിങ്ങളെ കൊല്ലാൻ കൽപ്പിക്കുന്നു. വിശുദ്ധ ഖുർആൻ ഒരു മുസ്ലിമിനോട് അയാളുടെ അയൽക്കാരനായ അമുസ്ലിമിനെ കൊല്ലാൻ കൽപ്പിക്കുന്നു എന്ന രണ്ട് ഗുരുതരമായ ആരോപണങ്ങളാണ് ഉന്നയിച്ചത്. രണ്ടും വിശുദ്ധ ഖുർആനിലെ 9-ാം അധ്യായം സൂറത്തു തൗബയിലെ അഥവാ പശ്ചാത്താപം എന്ന് മലയാളത്തിൽ പറയാവുന്ന ആ അധ്യായത്തിലുള്ളതാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇസ്ലാമിനെതിരെ പണ്ടുകാലം മുതൽ ഉള്ള ഒരു ഗുരുതരമായ ആരോപണമാണ് ഇസ്ലാം പ്രചരിച്ചത് വാളുകൊണ്ടാണ്, യുദ്ധത്തിലൂടെയാണ് ഇസ്ലാം പ്രചരിച്ചത് എന്ന ആരോപണം പണ്ടേ ഉണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനോടും അനുയായികളോടും യുദ്ധം ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നതൊരു വസ്തുതയാണ്. പ്രവാചകനും പ്രവാചകന്റെ അനുയായികളും അക്കാലത്ത് യുദ്ധം ചെയ്തിട്ടുണ്ട് എന്നതും ഒരു വസ്തുതയാണ്. ഖുർആനിൽ പ്രവാചകനോടും അനുയായികളോടും യുദ്ധം ചെയ്യാനുള്ള ആഹ്വാനവും ഖുർആനിലുണ്ട്. ഇത് വസ്തുതയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, മഹാഭാരത യുദ്ധം, ആ യുദ്ധത്തിൽ അർജുനനോട് തൻ്റെ കുടുംബക്കാരോട്, രക്തബന്ധമുള്ള കുടുംബക്കാരോട് യുദ്ധം ചെയ്യാനുള്ള ശ്രീകൃഷ്ണൻ്റെ ആഹ്വാനമാണ് ഹൈന്ദവ വേദഗ്രന്ഥമായിട്ട് നമ്മളറിയുന്ന ഭഗവത്ഗീതയുടെ ഉള്ളടക്കം തന്നെ. അത് വേറെ ആരോടുമല്ല, രക്തബന്ധമുള്ള തങ്ങളുടെ കുടുംബക്കാരോട് യുദ്ധം ചെയ്യാനുള്ള അർജുനൻ്റെ മനോവിഷമം, അർജുനൻ വിഷാദത്തിനടിപ്പെട്ടപ്പോൾ, അല്ല, അത് തൻ്റെ ഇടമില്ലാത്ത നടപടിയാണ്, ഇങ്ങനെ വിഷാദിച്ചിരിക്കേണ്ടവനല്ല നീ അവർക്ക് നേരെ ആയുധമെടുക്കണം, പോരാടണം, അത് ധർമ്മയുദ്ധമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീകൃഷ്ണൻ അർജുനനെ യുദ്ധത്തിന് പ്രേരിപ്പിക്കുകയും ആഹ്വാനം ചെയ്യുകയും ചെയ്യുന്നതാണ് ഭഗവത്ഗീതയുടെ ഉള്ളടക്കം. ഇതുപോലെ ഏതാണ്ട് അതിനോട് സമാനമാകുന്നതാണ് യഥാർത്ഥത്തിൽ സൂറത്തു തൗബയിലെ അല്ലാഹു സുബ്ഹാനഹു വ തആല ധർമ്മയുദ്ധം നടത്താൻ അള്ളാഹുവിൻ്റെ റസൂലിനോടും അനുയായികളോടും ആവശ്യപ്പെടുന്നത്. പക്ഷേ ഈ യുദ്ധം ഒരർത്ഥത്തിലും വിശ്വാസ നിഷേധത്തിൻ്റെ പേരിലോ ഇസ്ലാം സ്വീകരിക്കാത്തതിൻ്റെ പേരിലോ അല്ല.
നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കി വെക്കേണ്ട ഒരു സംഗതി, ഇസ്ലാമിൽ യുദ്ധം നടന്നിട്ടുണ്ട്, വിശുദ്ധ ഖുർആനിൽ യുദ്ധത്തിനുള്ള ആഹ്വാനമുണ്ട്. പക്ഷെ അതൊന്നും എന്തിനല്ല? വിശ്വാസ നിഷേധത്തിൻ്റെ പേരിലല്ല, ഒരു കൂട്ടർ ഇസ്ലാമിൽ വിശ്വസിക്കുന്നില്ല എന്നതിൻ്റെ പേരിലല്ല, അവർ ഇസ്ലാമിനെ അംഗീകരിക്കുന്നില്ല എന്നതിൻ്റെ പേരിലല്ല, അവരെ ഇസ്ലാം ആക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിൻ്റെ ഭാഗവുമല്ല ഈ യുദ്ധങ്ങളും ഈ പോരാട്ടങ്ങളുമൊന്നും എന്ന് അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. മറിച്ച് എന്തിനുള്ളതാണ്? സ്വന്തം വിശ്വാസം വെച്ചു പുലർത്താനും ആ വിശ്വാസം ജനങ്ങളോട് പറയാനുമുള്ള ജനാധിപത്യപരമായ അവകാശത്തിനും സ്വാതന്ത്ര്യത്തിനും വേണ്ടിയിട്ടാണ് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധം ചെയ്തിട്ടുള്ളത്. സ്വന്തം വിശ്വാസം വെച്ചു പുലർത്തുക, ആ വിശ്വാസം ജനങ്ങളോട് പറയാനുള്ള സ്വാതന്ത്ര്യം, ഇത് രണ്ടും യഥാർത്ഥത്തിൽ നമുക്കിവിടെ ഭരണഘടന അനുവദിച്ച് തരുന്ന രണ്ട് അവകാശങ്ങളാണ്. ഇത് പക്ഷേ ആ കാലത്ത് അവർ സമ്മതിച്ചിരുന്നില്ല. അക്കാലത്തൊരു വ്യവസ്ഥാപിതമായ ഭരണകൂടം ഉണ്ടായിരുന്നില്ല. നമ്മൾ ഇതൊക്കെ പറയുമ്പോൾ മനസ്സിലാക്കേണ്ടത്, ഇന്ന് ഒരു വ്യവസ്ഥാപിതമായ ഭരണകൂടത്തിന് നേരെയുള്ള യുദ്ധമൊന്നും ആയിരുന്നില്ല അത്. അവിടെ വ്യവസ്ഥാപിതമായൊരു ഭരണകൂടം ഇല്ല, ഗോത്ര സമൂഹങ്ങളാണ്, വ്യത്യസ്ത ഗോത്രങ്ങളാണ്. ഈ ഗോത്രങ്ങളാണ് അവിടുത്തെ ഭരണാധികാരികൾ, ഗോത്ര നേതാക്കളാണ് അവിടുത്തെ ഭരണാധികാരികൾ എന്ന് പറയുന്നത്. അവർ ചില്ലറ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് യുദ്ധം നടത്തിയിരുന്ന ആളുകളാണ്. കൊള്ളയും കവർച്ചയും എന്ന് പറയുന്നത് അവരുടെ ദേശീയ തൊഴിലായിരുന്നു. ഇങ്ങനെയുള്ള ഒരു സന്ദർഭത്തിലാണ് ആ യുദ്ധം എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് സ്വന്തം വിശ്വാസം വെച്ച് പുലർത്താൻ, ആ വിശ്വാസം ആളുകളോട് പറയാൻ. ഇതാരും സമ്മതിക്കൂല എന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു ഘട്ടത്തിൽ പോരാടുകയല്ലാതെ മറ്റെന്താണ് ചെയ്യുക? അങ്ങനെ പോരാടിയിട്ടുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്, അത് നമ്മൾ നിഷേധിക്കേണ്ട കാര്യമില്ല. അത് മഹാ അപരാധമൊന്നുമല്ല. അത് നമ്മൾ ആ കാലഘട്ടത്തിൻ്റെ പശ്ചാത്തലവുമായിട്ട് ബന്ധിപ്പിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് വളരെ കൃത്യമായിട്ട് ബോധ്യപ്പെടും. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, പണ്ട് കാലം മുതൽ ഈ ആരോപണമുണ്ട്. പ്രചരിച്ചത് ഇസ്ലാം പ്രചരിപ്പിക്കാനാണ് യുദ്ധം നടത്തിയത്. ഇസ്ലാം പ്രചരിപ്പിക്കാൻ ഒരിക്കലും ഒരു യുദ്ധം നടത്തിയിട്ടില്ല. നടത്തിയ യുദ്ധം ഇതാണ്. അപ്പോൾ ഇതിങ്ങനെ കാലങ്ങളായിട്ട് ഉന്നയിക്കുന്നു. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ അതിന് വേണ്ടത്ര ഒരു പഞ്ചില്ല. ഇസ്ലാം പ്രചരിച്ചത് യുദ്ധത്തിലൂടെയാണ് എന്ന് പണ്ടുകാലം മുതൽ ഇങ്ങനെ ആരോപിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഇപ്പം അതിന് വേണ്ടത്ര ഒരു പഞ്ചില്ല, നമ്മുടെ ഭാഷയിൽ പറഞ്ഞ ഒരു ഗുമ്മില്ല ആ പറച്ചിലിന്. അതിന് വേണ്ടത്ര ഇവരുദ്ദേശിക്കുന്ന അളവിലുള്ള ഒരു ഇമ്പാക്റ്റ് ഇല്ല. എന്ന് പറഞ്ഞാൽ കുഞ്ചൻ നമ്പ്യാരുടെ കിരാതം തുള്ളലില് പാണ്ഡൻ നായനെ കുറിച്ച് പറഞ്ഞതുപോലെ പാണ്ഡൻ നായയുടെ പല്ലിന് ശൗര്യം പണ്ടേ പോലെ ഫലിക്കുന്നില്ല എന്ന് പറഞ്ഞ പോലെ ഇപ്പം അതിന് വേണ്ടത്തൊരു പഞ്ചില്ല. അപ്പോൾ ആരോപണം ഒന്ന് മാറ്റിപ്പിടിച്ചു നോക്കി. അങ്ങനെ മാറ്റിപ്പിടിച്ച ആരോപണമാണ് ഇസ്ലാം വിശുദ്ധ ഖുർആൻ അമുസ്ലിങ്ങളെ കണ്ടിടത്ത് വെച്ച് കൊല്ലാൻ പറയുന്നു എന്നു മാത്രമല്ല, ഖുർആൻ ഒരു മുസ്ലിമിനോട് സ്വന്തം അയൽക്കാരനായ അമുസ്ലിമിനെ കൊല്ലാൻ പറയുന്നു. ഇതാണ് ഇപ്പോൾ വ്യാപകമായിട്ട് ഈ പറയുന്ന നാസ്തിക പക്ഷം, പ്രത്യേകിച്ച് ജാമിദയും അതുപോലെ തന്നെ ഡോക്ടർ ആരിഫുമൊക്കെ ഉയർത്തിവിട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് യാതൊരുവിധ അടിസ്ഥാനവുമില്ലാത്ത ഇതിങ്ങനെ നിരന്തരം കേൾക്കുമ്പോൾ, ഇവരിങ്ങനെ നിരന്തരം പറയുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നമ്മളിപ്പോൾ ഇത് പറയാനുള്ള കാരണവും കൂടി അതാണ്. ഇതിങ്ങനെ നിരന്തരം കേൾക്കുമ്പോൾ ഈ ഗീബൽസിൻ്റെ ഒരു തത്വം ഉണ്ടല്ലോ, ഇതിങ്ങനെ ആവർത്തിച്ച് ഇങ്ങനെ കേൾക്കുമ്പോൾ രണ്ടാളെങ്കിലും ഒരുപക്ഷെ വിശ്വസിച്ചു പോകും, ഇങ്ങനെയൊക്കെ ഉണ്ടപ്പോൾ ഖുർആനിൽ. അള്ളാഹു ആലം, ഇതൊന്നും നമുക്ക് അറിയാനും പാടില്ല, നമ്മളോട്ട് പഠിച്ചിട്ടുമില്ല, ഇവർ പറയുന്നതൊക്കെ ശരിയാണ്. ആളുകൾ നോൺ മുസ്ലിംസ് നോക്കുമ്പോഴാണെന്നുണ്ടെങ്കിൽ പേര് ജാമിദ എന്നാണ്, ജുമാക്ക് നേതൃത്വം കൊടുത്തിട്ടുണ്ട്, ആരിഫ് ദർസിൽ ഓതിയിട്ടുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള മുസ്ലിങ്ങൾ ഇത് പറയുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവില്ലേ എന്ന ഒരു തോന്നൽ മുസ്ലിങ്ങളല്ലാത്തവർക്കും ഉണ്ടാവും. മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾക്ക് ഇത് നിരന്തരം കേൾക്കുമ്പോൾ ഒരു സ്വാഭാവികമായിട്ടൊരു അസ്വസ്ഥത അല്ലെങ്കിൽ ഒരു അപകർഷതാബോധമൊക്കെ ഉണ്ടാവും. ഇങ്ങനെയൊക്കെ ഖുർആനിലുണ്ട്, ഈ മുസ്ലിങ്ങളൊക്കെ കൊല്ലാൻ ഖുർആനിലുണ്ടോ എന്നൊക്കെ ഉള്ള ഒരു തോന്നൽ അവർക്കും ഉണ്ടാകും. നമ്മൾ അതുകൊണ്ടാണ് ഇവിടെ ഇത് പറയുന്നത്. ആ തോന്നലിൻ്റെ ഒന്നും യാതൊരു കാര്യവുമില്ല, ആ അപകർഷതാബോധത്തിൻ്റെ ഒന്നും യാതൊരു കാര്യവുമില്ല. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഖുർആനിൽ അങ്ങനെ ഇല്ല. ഇവർ തികച്ചും സത്യസന്ധതയില്ലാത്ത, വിശ്വസ്തതയില്ലാത്ത, നീതിബോധമില്ലാത്ത സന്ദർഭങ്ങളിൽ നിന്ന് ഖുർആനിൻ്റെ വചനങ്ങളെ അടർത്തിയെടുത്ത് ആരെയൊക്കെയോ തൃപ്തിപ്പെടുത്താൻ വേണ്ടി, ആരോടൊക്കെയോ ഉള്ള പക തീർക്കാൻ വേണ്ടി ഖുർആനിൻ്റെ വചനങ്ങൾ സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുത്ത് ഉന്നയിക്കുന്നത് മാത്രമാണിത്.
ഇതിനകത്ത് ഒരു വസ്തുതയില്ല. പക്ഷേ വ്യാപകമായിട്ടിത് പറയുന്നു, വ്യാപകമായിട്ടിത് പറയുന്നുണ്ട് ഇവർ. ഖുർആനിൽ അമുസ്ലിങ്ങളെ കൊല്ലാനുള്ള കൽപ്പനയുണ്ട്, ഖുർആനിൽ അയൽക്കാരനായ അമുസ്ലിമിനെ വാളെടുക്കാനുള്ള കൽപ്പനയുണ്ട് എന്നൊക്കെ ഇവർ നിരന്തരം പറയുകയാണ്. നമ്മൾ കുറച്ചൊക്കെ ഇതെന്താണ്, നമ്മളത് അങ്ങനെ ഇല്ല എന്ന് പറയലല്ല. ഇപ്പം അങ്ങനെ ഇല്ല എന്നൊക്കെ ആയിരിക്കും ഭൂരിപക്ഷം ആളുകളും വിശ്വസിക്കുക, മുസ്ലിങ്ങളും വിശ്വസിക്കുക. അപ്പം അതുകൊണ്ട് നമ്മൾ വേറൊരാളോട് പറയും ചിലപ്പോൾ അങ്ങനെ ഇല്ല എന്ന്. അങ്ങനെ ഇല്ല എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, എന്താണോ ഉള്ളതും കൂടി പറയാൻ നമ്മൾ പ്രാപ്തരായിരിക്കണം. അങ്ങനെ ഇല്ല, ഞങ്ങളുടെ ഖുർആനിൽ അങ്ങനെയൊന്നും ഇല്ല എന്ന് മാത്രം നമ്മൾ പറഞ്ഞാൽ പോരാ. ഞങ്ങളുടെ ഖുർആനിലുള്ളത് അല്ലെങ്കിൽ വിശുദ്ധ ഖുർആനിലുള്ളത് ഇന്നതാണ് എന്ന് പറയാനും കൂടിയുള്ള പ്രാപ്തി നമുക്കുണ്ടാകണം, ആത്മവിശ്വാസം നമുക്കുണ്ടാകണം. ഒരു അപകർഷതാബോധത്തിൻ്റെ ആവശ്യമില്ല ആ വിഷയത്തിൽ. അതെന്താന്ന് പഠിച്ചാൽ ആർക്കും വ്യക്തമാകും. ഇവർ സാധാരണയായിട്ട് ഉദ്ധരിക്കുന്നത് വിശുദ്ധ ഖുർആനിലെ 9-ാം അധ്യായം സൂറത്തു തൗബ. തൗബ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പശ്ചാത്താപം. ഈ അധ്യായത്തിനകത്ത് 129 സൂക്തങ്ങളാണ് ഉള്ളത്, 129 ആയത്തുകളാണ് ആ അധ്യായത്തിലുള്ളത്. അതിൽ ഇവർ 5-ാമത്തെ ആയത്താണ് വ്യാപകമായിട്ട് പറയാറുള്ളത്. എന്താ ആയത്ത്? ഞാൻ അതാണ് ആമുഖത്തിൽ ഓതി വെച്ചത്. ഫൈദൻ സലഹൽ അശ്റുൽ ഹുറും ഫഖ്തുലുൽ മുശ്രിക്കീന ഹൈതു വജത്തുമൂഹും വഖുദൂഹും വഹ്സുറൂഹും വഖഉദൂ ലഹും കുല്ല മർസദ്. ഇതാണ് ആയത്ത്. ഫൈദൻ സലഹൽ അശ്റുൽ ഹുറും, യുദ്ധം ഹറാമാക്കപ്പെട്ട മാസം പിന്നിട്ട് കഴിഞ്ഞാൽ. ഇവരിത് പറയുമ്പോൾ എന്ത് വിചാരിക്കുമെന്ന് അറിയാം? ഇവർ പറയുമ്പോൾ കേൾക്കുന്നവൻ വിചാരിക്കുന്ന എന്താണെന്ന് ചോദിച്ചാൽ, വിശുദ്ധ ഖുർആനിൽ ഇങ്ങനെ സ്വതന്ത്രമായ ഒരു സ്റ്റേറ്റ്മെൻ്റാണ് ഉള്ളത്. അമുസ്ലിങ്ങളെ കൊല്ലാൻ വേണ്ടിയിട്ട് പറയുന്ന സ്വതന്ത്രമായ സ്റ്റേറ്റ്മെൻറ്റുകളാണുള്ളത്. എല്ലാ ദേശത്തേക്കും എല്ലാ കാലത്തെയും എല്ലാ ദേശത്തെയും മുസ്ലിങ്ങൾ നടപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള പൊതു നിർദ്ദേശമാണ് ഈ കൊടുക്കുന്നത് എന്നതാണ് ഇവരൊക്കെ ചാനലുകളിൽ കയറിയിരുന്ന് ഇത് പറയുമ്പോൾ ആളുകൾക്ക് തോന്നുക. യഥാർത്ഥത്തിൽ ആയത്ത് എന്താണ്? ആയത്ത് തുടങ്ങുന്നത് തന്നെ യുദ്ധം നിഷിദ്ധമായ മാസങ്ങൾ പിന്നിട്ട് കഴിഞ്ഞാൽ ഫൈദൻ സലഹൽ അശ്റുൽ ഹുറുമു ഫഖ്തുലുൽ മുശ്രിക്കീന ഹൈതു വജത്തുമൂഹും വഖുദൂഹും വഹ്സുറൂഹും വഖഉദൂ ലഹും കുല്ല മർസദി. യുദ്ധം നിരോധിക്കപ്പെട്ട മാസം പിന്നിട്ട് കഴിഞ്ഞാൽ അവരെ എവിടെ വെച്ച് കാണുന്നുവോ, മുശ്രിക്കുകളെ എവിടെ വെച്ച് കാണുന്നുവോ അവരെ വധിച്ചുകൊള്ളുക, അവരെ പിടികൂടുക, അവരെ ഉപരോധിക്കുക, പറ്റുന്ന എല്ലാ ഇടങ്ങളിലും അവർക്ക് വേണ്ടി പതിയിരിക്കുക. ഇത് ഖുർആനിലുള്ളതാണ്, ഇത് ഖുർആനിലുള്ളതാണ്. യുദ്ധം നിഷിദ്ധമായ മാസം കഴിഞ്ഞാൽ മുശ്രിക്കുകളെ കണ്ടേടത്ത് വെച്ച് വധിക്കുക. അതാണ് അമുസ്ലിമിനെ കണ്ടെടുത്ത് വെച്ച് വധിക്കാന്നാണ് ഇവർ പറയാറുള്ളത്. അമുസ്ലിമിനെ കണ്ടെടുത്ത് വെച്ച് വധിക്കുക ഖുർആനിലുള്ള ഇതാണ്. കണ്ടെടുത്ത് വെച്ച് അവരെ കൊല്ലുക, വധിക്കുക, അവരെ പിടികൂടുക, അവർക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തുക, അവർക്കെതിരായി പതിയിരിക്കാൻ പറ്റുന്നിടത്ത് പതിയിരിക്കുക. ഇത് ആ കാലഘട്ടത്തിലെ യുദ്ധ ശൈലിയുടെ സമീപനത്തിന്റെ ഭാഗമായിട്ടുള്ള കുറെ നിർദ്ദേശങ്ങളാണ്. ഇത് എക്കാലത്തെയും എല്ലാ മുസ്ലിങ്ങളോടും ഉള്ള അള്ളാഹുവിൻ്റെ ഒരു പൊതു നിർദ്ദേശമല്ല. ഇതൊരു പൊതു നിർദ്ദേശമല്ല, ഇത് പൊതു നിർദ്ദേശമല്ല എന്ന് ആ ആയത്തിൻ്റെ മുമ്പും പിമ്പും ഒക്കെ വായിച്ചാൽ ഏത് കണ്ണറിയാൻ പാടില്ലാത്ത ഏത് കുട്ടിക്കും തിരിയും. ഇത് കണ്ടെക്സ്ച്വലാണ്, പശ്ചാത്തല ബന്ധിതമാണ്, ടൈം ആൻഡ് ടെറിട്ടറി ബൗണ്ടഡ് ആണ്, കാലവും സ്ഥലവുമായി ബന്ധപ്പെട്ടത് മാത്രമാണത്, അല്ലാതെ ഒരു പൊതു നിർദ്ദേശമല്ല. ഈ പൊതു നിർദ്ദേശമല്ലാത്ത ഒരു സംഗതിയെ പൊതു നിർദ്ദേശമായിട്ടാണ് അവതരിപ്പിക്കുന്നത്. അവിടെയാണ് നമ്മൾ ഇത് മനസ്സിലാക്കണമെന്ന് നമ്മൾ നിർബന്ധം പിടിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ 9-ാം അധ്യായം ഈ പറഞ്ഞത് പൊതു നിർദ്ദേശമല്ല. ഞാൻ ആവർത്തിക്കുന്നത് ഇത് നമുക്ക് ബോധ്യപ്പെടാൻ വേണ്ടിയിട്ടാണ്. ഇതൊരു ഇൻഡിപെൻഡന്റ് സ്റ്റേറ്റ്മെന്റ് അല്ല, അഥവാ എല്ലാ കാലത്തേക്കുമുള്ള എല്ലാ മുസ്ലിങ്ങളോടും ചെയ്യാൻ ആഹ്വാനം ചെയ്തുകൊണ്ടുള്ള ഒരു കാര്യമേ അല്ല അത്. അത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ആ അധ്യായം തുടങ്ങുന്നത് തന്നെ ബറാഅത്തും മിനല്ലാഹി വറസൂലിഹി ഇലല്ലദീന ആഹത്തും മിനൽ മുശ്രിക്കീൻ എന്ന് പറഞ്ഞുകൊണ്ടാണ്. നമ്മൾ ആരെങ്കിലും അങ്ങനെ സംസാരിക്കേണ്ടി വന്നാൽ ഇവരുടെ ആ 1-ാമത്തെ വാചകം പറയിക്കാൻ നമ്മൾ ശ്രമിക്കണം. 1-ാമത്തെ വാചകം തന്നെ എന്താണ്? ബറാഅത്തും മിനല്ലാഹി വറസൂലിഹി, അള്ളാഹുവിങ്കൽ നിന്നും റസൂലിൽ നിന്നുമുള്ള വിഡ്രോവൽ ഡിക്ലറേഷൻ ആണിത്. അഥവാ ആഹത്തും മിനൽ മുശ്രിക്കീൻ,
നിങ്ങൾ മുശ്രിക്കീങ്ങളുമായി വച്ചിട്ടുള്ള കരാറിൽ നിന്ന് ഔദ്യോഗികമായി പിൻവാങ്ങുന്ന പ്രഖ്യാപനമാണിത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത് പറയുന്നത്. അവിടെ ഒരു കരാറില്ലേ? ഇവിടെ നമ്മളാരെങ്കിലുമായിട്ട് വല്ല കരാറും വെച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. ഒരു കരാറിനെ കുറിച്ച് അല്ലാഹ് പറയുന്നുണ്ടല്ലോ, ആഹത്തും, അഹ്ദ്, കരാറ് എന്നാണ് അതിനർത്ഥം. ആഹത്തും, നിങ്ങളുമായി വെച്ചിട്ടുള്ള കരാർ, മിനൽ മുശ്രിക്കീൻ, മുശ്രിക്കീങ്ങളുമായി നിങ്ങൾ വെച്ചിട്ടുള്ള കരാറിൽ നിന്ന് ഔദ്യോഗികമായി പിന്മാറുന്നതിന്റെ പ്രഖ്യാപനമാണിത്. ബറാഅത്തും മിനല്ലാഹി വറസൂലിഹി, അല്ലാഹും റസൂലും പ്രഖ്യാപനമാണിത്. അപ്പൊ അവിടെ ഒരു കരാർ നടത്തിയിട്ടുണ്ട്. അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുയായികളും പിന്നെ ട്രീറ്റി ഫോർ പീസ്, സമാധാനത്തിന് വേണ്ടിയിട്ടുള്ള കരാറുകൾ അന്ന് മക്കയിലെ ഗോത്രങ്ങളുമായി നടത്തിയിരുന്നു. ഈ കരാറ് നടത്തിയിട്ട് ഇവരെന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ഇവർക്ക് ആവശ്യം വരുമ്പോഴെല്ലാം ഈ കരാർ ഇവർ ലംഘിക്കും, വയലേറ്റ് ചെയ്യും. തോന്നും പോലെയായി കാര്യങ്ങൾ. അങ്ങനെ തോന്നും പോലെ ആയപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അങ്ങനെ കരാറ് നടപ്പാക്കാനുള്ളതാണ്, അതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് നടക്കേണ്ട കാര്യങ്ങളാണ്, നടപ്പാക്കേണ്ട കാര്യങ്ങളാണ്. അതിൽ നിന്ന് തോന്നിയ പോലെ പിന്മാറിക്കഴിഞ്ഞാൽ അത് ശരിയാവില്ല. അതുകൊണ്ട് ബറാഅത്തും മിനല്ലാഹി വറസൂലിഹി ഇലല്ലദീന ആഹത്തും മിനൽ മുശ്രിക്കീൻ, നിങ്ങൾ മുശ്രിക്കുകളുമായിട്ടുള്ള കരാറിൽ നിന്ന് അള്ളാഹും റസൂലും ഔദ്യോഗികമായി വിഡ്രോ ചെയ്യുകയാണ്, പിൻവലിയുകയാണ്, പിന്മാറുകയാണ് എന്നാണ് പറയുന്നത്. അതിൻ്റെ തുടർച്ചയാണ് ബാക്കിയുള്ള ആയത്തുകളെല്ലാം. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ആ കാലഘട്ടവും ആ ദേശവും അതിൻ്റെ പ്രിമൈസസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണിത്. അല്ലാതെ ജനറലി മുസ്ലിങ്ങളോട് കാണുന്ന ആ മുസ്ലിങ്ങിനെയൊക്കെ കഴുത്തു വെട്ടാനും കൊല്ലാനും, അതേപോലെ തന്നെ സ്വന്തം അയൽവക്കത്തും ആ മുസ്ലിം ഉണ്ടെങ്കിൽ കൊല്ലാനും അല്ല ഈ പറയുന്നത്. ഇനി നമുക്ക് ഈ ആയത്തിന്റെ പരിസരം തന്നെ നോക്കാം. ഏത്? കൊല്ലാൻ പറയുന്ന ഒരു ആയത്തുണ്ടല്ലോ, ആ ആയത്ത് ഞാൻ പറഞ്ഞല്ലോ, ഇതാണ്: നിങ്ങൾ കാണുന്നിടത്ത് വെച്ച് മുശ്രിക്കുകളെ വധിക്കുക, അവരെ പിടികൂടുക. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് എങ്ങനെയാണ്? കൈഫ യകൂനു ലിൽ മുശ്രിക്കീന അഹ്ദുൻ, മുശ്രിക്കുകളുമായിട്ടുള്ള കരാറുകൾ എങ്ങനെ നിലനിൽക്കാനാണ്? ഇൻദല്ലാഹി വ ഇൻദ റസൂലിഹി, അള്ളാഹുവിനും അള്ളാഹുവിൻ്റെ അടുത്തും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അടുത്തും മുശ്രിക്കീങ്ങളുമായിട്ടുള്ള കരാറുകൾ എങ്ങനെ നിലനിൽക്കാനാണ്? ഇല്ലല്ലദീന ആഹത്തും ഇൻദൽ മസ്ജിദിൽ ഹറാം, മസ്ജിദിൽ ഹറാമിൻ്റെ അടുത്ത് വെച്ച് കരാർ ചെയ്തവരൊഴികെ. ഫമസ്തഖാമു ലക്കും വസ്തഖീമു ലഹും. ഇവിടെ വളരെ കൃത്യമായിട്ട്, വളരെ എക്സ്പ്ലിസിറ്റ് ആയിട്ട് അല്ലാഹ് ഒരു സ്പെസിഫിക് ആയിട്ട് ഒരു സ്ഥലം പറയുകയാണ്. എന്താ? ഇൻദൽ മസ്ജിദിൽ ഹറാം, മസ്ജിദിൽ ഹറാമിൻ്റെ അടുത്ത് വെച്ച് കരാർ ചെയ്തവരായിട്ടുള്ള കരാറല്ലാതെ പിന്നെ മുശ്രിക്കുകളുമായിട്ടുള്ള കരാറുകൾ എങ്ങനെ നിലനിൽക്കാനാണ് എന്ന് പറഞ്ഞാൽ, കഅബ ഷരീഫിന്റെ പ്രിമൈസസുമായിട്ടാണ് ഈ ആയത്ത് ബന്ധപ്പെട്ട് നിൽക്കുന്നത്. ഒരു സ്പെസിഫിക് ആയിട്ട് ഒരു സ്ഥലം പറയുകയാണ്. അതെങ്ങനെ ജനറൽ സ്റ്റേറ്റ്മെന്റ് ആകുന്നത്? അതെങ്ങനെ പൊതുനിർദ്ദേശമാകുന്നത്? ഇത് തന്ത്രപൂർവ്വം മറച്ചു പിടിച്ചതിന് ശേഷം തൊട്ടടുത്ത ആയത്താണ് ഞാൻ ഉദ്ധരിച്ചത്, തൊട്ടടുത്ത ആയത്ത്. എന്നിട്ട് അല്ലാഹ് അവിടെ പോലും കൊടുക്കുന്ന നിർദ്ദേശം എന്താ? നിങ്ങളോട് മാന്യവും മര്യാദയായിട്ട് അവർ പെരുമാറിയാൽ നിങ്ങൾ അവരോട് മാന്യമായിട്ട് പെരുമാറണം. ഇതാണ് അല്ലാഹ് നിർദ്ദേശം കൊടുക്കുന്നത്. എന്നിട്ട് അല്ലാഹ് പറയുന്നു, ഇന്നല്ലാഹ യുഹിബ്ബുൽ മുത്തഖീൻ, തങ്ങളോട് മാന്യമായി പെരുമാറുന്നവരോട് നിങ്ങൾ മാന്യമായി പെരുമാറുക. അങ്ങനെയുള്ള ആളുകളോടൊപ്പമാണ്, അങ്ങനെയുള്ള ആളുകളെയാണ് അള്ളാഹു ഇഷ്ടപ്പെടുക എന്ന് പറഞ്ഞുകൊണ്ടാണ് ആയത്ത് അവസാനിക്കുന്നത്. അല്ലാഹ് ചോദിക്കാണ്, മസ്ജിദുൽ ഹറാമിൻ്റെ അടുത്ത് വെച്ച് കരാറിൽ ഏർപ്പെട്ട ആളുകൾ ഒഴിച്ചുള്ള ബാക്കിയുള്ള മുശ്രിക്കുകളോട് എങ്ങനെ കരാറ് നിലനിൽക്കാനാണ്? കാരണം എന്താ? അവർ കരാറ് നിരന്തരം ലംഘിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരുടെ അടുത്ത് വെച്ചുള്ള കരാറൊന്നും പ്രായോഗികമായി നടപ്പാക്കുന്ന കാര്യമല്ല. അവർ പറ്റിക്കുകയാണ്, അവർ വഞ്ചിക്കുകയാണ്. അവരുമായിട്ട് നമ്മൾ വെച്ചിട്ടുള്ള കരാറ് നിലനിൽക്കില്ല. ഈ ഒരു പശ്ചാത്തലത്തിൽ ആ കരാറിൽ നിന്ന് വിഡ്രോ ചെയ്തുകൊണ്ടാണ് അള്ളാഹ് പറയുന്നത്, നിങ്ങൾ അവരെ കാണുന്നിടത്ത് വെച്ച് വധിച്ചോളൂ എന്ന് പറയുന്നത്. ഇനി അത് കുറച്ചുകൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമായി പറയുന്നത് അതിന്റെ 13-ാം ആയത്തും പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും. 13-ാം ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് എന്താ? അലാ തുഖാതിലൂന ഖൗമൻ നഖസു ഐമാനഹും വഹമ്മു ബിഇഖ്റാജിർ റസൂൽ വഹും ബദൗകും അവ്വല മറ അതഖ്ശൗനഹും ഫല്ലാഹു ഹഖ്ഖൻ തഖ്ശൗ. അങ്ങനെയാണ് ആയത്തുള്ളത്. എന്താ? അലാ തുഖാതിലൂന ഖൗമൻ നഖസു ഐമാനഹും, നിങ്ങൾ എന്തിയെ യുദ്ധം ചെയ്യാത്തത്? കരാറുകൾ നിരന്തരമായി ലംഘിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളോട് നിങ്ങൾ എന്തിയെ യുദ്ധം ചെയ്യാത്തത്? പിന്നെന്താ തൊട്ടുടനെ പിന്നെന്താ പറയുന്നത്? ബിഇഖ്റാജിർ റസൂൽ വഹമ്മു ബിഇഖ്റാജിർ റസൂൽ, അള്ളാഹുവിൻ്റെ റസൂലിനെ പുറത്താക്കുകയും കരാറുകൾ നിരന്തരമായി ലംഘിച്ചുകൊണ്ടിരിക്കുന്നവരോടും എന്തുകൊണ്ടാണ് നിങ്ങൾ യുദ്ധം ചെയ്യാത്തത് എന്നുള്ള ചോദിക്കുകയാണ്. അപ്പൊ ഇവിടെ കരാറിന്റെ പ്രശ്നമുണ്ട്, റസൂലിനെ പുറത്താക്കണ പ്രശ്നമുണ്ട്.
റസൂലിനെ പുറത്താക്കണ പ്രശ്നമുണ്ട്. ഓഹും ബദൗക്കും അവ്വല മറ, അവരല്ലേ ആദ്യം യുദ്ധം തുടങ്ങിയത്. 3 കാര്യങ്ങൾ അല്ലാഹു പറയാണ്. അവരാണ് ആദ്യം യുദ്ധം തുടങ്ങിയത്. പ്രവാചകനെ പുറത്താക്കാൻ ശ്രമിക്കുന്നു, കരാറുകൾ ലംഘിക്കുന്നു. ഇവരുമായിട്ട് നിങ്ങൾ എന്തിയെ യുദ്ധം ചെയ്യാൻ മടി കാണിക്കുന്നത് എന്താണെന്നുള്ളത് ചോദിക്കുകയാണ്. അർജുനനോട് ശ്രീകൃഷ്ണൻ ചോദിച്ച പോലെ നീ എന്താ മടിക്കുന്നത്, നീ എന്താണ് മടിക്കുന്നത് യുദ്ധം ചെയ്യാൻ, അത് ആണുങ്ങൾക്ക് ചോദിച്ച പരിപാടിയല്ല എന്ന് പറയുന്നത് പോലെ തന്നെ അള്ളാഹു വിശുദ്ധ ഖുർആനിൽ അവന്റെ ഭാഷയിൽ പറയുകയാണ്, യുദ്ധം തുടങ്ങിയത് അവർ തന്നെ, നിങ്ങൾ ആക്രമിക്കാൻ തുടങ്ങിയത് അവരാണ് ആദ്യം. മാത്രമല്ല അള്ളാഹുവിന്റെ റസൂലിനെ അവർ പുറത്താക്കാൻ, നാട്ടിയോടിക്കാൻ ശ്രമിക്കുന്നു. മാത്രമല്ല കരാറുകൾ, നിങ്ങളുമായി വെച്ച കരാറുകളൊക്കെ ലംഘിക്കാൻ ശ്രമിക്കുന്നു എന്ന്. അപ്പം അവിടെ അല്ലാഹു ചോദിക്കുകയാണ്, അതഖ്ശൗനഹും, നിങ്ങൾ അവരെയാണോ ഭയപ്പെടുന്നത്, അതോ നിങ്ങൾ യഥാർത്ഥത്തിൽ ഭയപ്പെടേണ്ടത് അള്ളാഹുവിനെയാണ്. ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ മുഅ്മിനുകളാണെങ്കിൽ. ഇതാണ് അല്ലാഹു പറയുന്നത്. ഇവിടെ നമുക്ക് തോന്നുന്നുണ്ടോ ഈ പറയുന്ന ആയത്ത് നമ്മളോട് മുസ്ലിമിനെ കൊല്ലാനാണ് ഈ പറയുന്നതെന്ന്? ഇല്ല, നമ്മളെ കൊണ്ടും കൂടി ഇവർ തോന്നിപ്പിക്കുകയാണ് അങ്ങനെയാണെന്ന്. ഇത് മാത്രം നമ്മളിങ്ങനെ കേൾക്കുമ്പോൾ നമുക്ക് തന്നെ തോന്നിപ്പോവും ഇതിങ്ങനെയാണ്, നമ്മളോടും കൊല്ലാനാണ് ഈ പറയുന്നത് എന്ന് തോന്നിപ്പോവും. അതാണ് കഴിഞ്ഞ ഖുതുബയിൽ ഞാൻ പറഞ്ഞത്, വായനയുടെ പ്രശ്നമാണെന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ രണ്ടാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത് രണ്ടാമത്തെ ആയത്ത്, അതാണ് കുറച്ചുകൂടി ഗൗരവമുള്ളത്. അതെന്താ? ആരെങ്കിലും കൊന്നാൽ പോരാ, നിങ്ങളുടെ അയൽവക്കത്തുള്ള മുസ്ലിമിനെ കൊല്ലണം. ആരെങ്കിലും കൊന്നാൽ മതിയാവില്ല, നിങ്ങളുടെ അയൽവക്കത്തുള്ള ഇത് കേൾക്കുമ്പോൾ, ഇത് പുറത്ത് നിന്ന് നമ്മളുടെ ഞാനിപ്പം നിന്ന് നിങ്ങളോട് പറയുമ്പോൾ നിങ്ങളുടെ മാനസികാവസ്ഥയിൽ ഇതൊന്നും വലിയ പ്രശ്നം ഉണ്ടാവില്ല. കാരണം നമ്മൾ പാരമ്പര്യമായിട്ട് മുസ്ലിം സമൂഹത്തിൽ ജനിച്ചതാണ്. ഇത് പുറത്ത് നിന്ന് ഒരാൾ കേൾക്കുമ്പോൾ ഇങ്ങനെ ഉണ്ടല്ലേ ഖുർആനിൽ, അങ്ങനെ ഉണ്ടെങ്കിൽ ഇവന്മാരൊന്നും വിശ്വസിക്കാൻ പറ്റില്ലല്ലോ, ഇവരൊക്കെ എങ്ങനെയാണ് വിശ്വസിക്കുന്നത്? ഈ കഴിഞ്ഞ ദിവസം എനിക്കുണ്ടായ ഒരു അനുഭവം ഞാൻ പറഞ്ഞുതരാം. ഒരു മുസ്ലിം ചെക്കൻ ഒരു ഹിന്ദു പെണ്ണിനെ പ്രേമിച്ചു, ഒരു ക്രൈസ്തവ സഹോദരിയെ പ്രേമിച്ചു. അവർ വേറൊരു രാജ്യത്ത് ജോലി ചെയ്യാണ്, രണ്ടുപേരും ഇവിടെ ഉള്ളതാണ്. അങ്ങനെ പ്രേമിച്ചത് പ്രണയം, സ്വാഭാവികമായ പ്രണയമാണ്, ലവ് ജിഹാദൊന്നുമല്ല. അപ്പോൾ ഈ ചെക്കനായിട്ട് കഴിഞ്ഞ ദിവസം കണ്ടുമുട്ടിയപ്പോൾ ആ ചെക്കൻ എന്നോട് പറയാണ്, ഇവർ മാതാപിതാക്കൾ ആ പെൺകുട്ടിയോട് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇസ്ലാം പ്രശ്നമാണ്, ഇസ്ലാമിൽ അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട്, ഇങ്ങനെ നിരന്തരം കേൾക്കണല്ലോ കൊല്ലാൻ പറയുന്നത്, ഇത് കല്യാണം കഴിച്ചുകൊണ്ടിട്ട് കൊല്ലാനാണോ എന്നൊക്കെ ഉള്ള ചിന്തകൾ ഈ കുട്ടിയിൽ അവർ ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. ഇത് ഞാൻ അവരെ കുറ്റപ്പെടുത്തൂല, കാരണം അവർ നിരന്തരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ വർത്തമാനങ്ങളാണ്. വാട്സാപ്പ് നോക്കിയ ഈ വർത്തമാനം, ഫേസ്ബുക്ക് നോക്കിയ ഈ വർത്തമാനം, ഇൻസ്റ്റാഗ്രാം നോക്കിയ വർത്തമാനം, ചാനൽ നോക്കിയ വർത്തമാനം. കാരണം ഇവരൊക്കെ കയറ്റിയിരുത്തിയിട്ട് ഇത് പറയിക്കുകയാണല്ലോ നിരന്തരം. അപ്പൊ ഇതിന് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, ഇതിനൊരു എഫക്റ്റ് ഉണ്ട്. ആ ഇഫക്റ്റ്, അതിനെ ടോർപിഡോ ചെയ്യേണ്ടത് ഓരോ വിശ്വാസിയുടെയും ബാധ്യതയാണ്. അതിനാണ് നമ്മളിത് പഠിക്കണമെന്ന് പറയുന്നത്. നമുക്കൊരാത്മവിശ്വാസം ഉണ്ടാകും. അതോടൊപ്പം ഇത്തരം വാദങ്ങൾ എന്നോട് തന്നെ ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ ഖുതുബയിൽ ഞാൻ പറഞ്ഞിരുന്നു, എന്നോട് തന്നെ ഒരു മുസ്ലിം സുഹൃത്ത് എന്നോട് ചോദിച്ചതാണ് ഇങ്ങനെയൊക്കെ ഖുർആനിൽ ഉണ്ടോ എന്ന്. എന്നോട് ചോദിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഖുതുബ നിർവഹിക്കാൻ തന്നെ കാരണം. ചിലർ ചോദിക്കൂല, ഇത് വിശ്വസിച്ച് നടക്കും. നമ്മളൊക്കെ കാണുമ്പോൾ എന്നിട്ട് ഒരു ചിരിയും ഉണ്ടാവില്ല, ആകെ മുഖവും വീർപ്പിച്ച് ഞങ്ങളെ കൊല്ലാൻ വേണ്ടിയിട്ടല്ലേ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ അവരൊന്നും കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല, കാരണം അവർക്ക് ഇതറിയില്ല യാഥാർത്ഥ്യം എന്താണെന്നുള്ളത്. നമ്മളവരോട് യാഥാർത്ഥ്യം പറഞ്ഞിട്ടുമില്ല, നമുക്കൊട്ട് യാഥാർത്ഥ്യം എന്താണെന്ന് അറിയാനും പാടില്ല. ഇനി ഉണ്ടെങ്കിൽ ആരും അറിയണ്ട, അങ്ങനെ തന്നെ ഇരുന്നോട്ടെ എന്നുള്ള കോലത്തിലാണ് നമ്മുടെയൊക്കെ പലരുടെയും സമീപനം. ഇനി അങ്ങനെ ഖുർആനിൽ ഉണ്ടെങ്കിൽ തന്നെ ഇത് വെട്ടത്ത് കാണിക്കേണ്ട കാര്യമില്ല, ഇത് അവിടെ തന്നെ അങ്ങനെയൊക്കെ ഇരിക്കട്ടെ. അങ്ങനെയൊന്നുമല്ല, ഖുർആനിൽ അങ്ങനെയൊന്നുമില്ല. ചലഞ്ച് ചെയ്യാൻ നമുക്ക് വിശുദ്ധ ഖുർആനിൽ അതൊന്ന് പ്രൂവ് ചെയ്ത് തന്നാൽ നമ്മൾ അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ കൊടുക്കും. അമ്മാതിരിയുള്ള കാര്യങ്ങൾ അത്രയും ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടാണ് ഖുർആനിലുള്ളത്. 123 ആയത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവര് പറയുന്ന വേറൊരു കാര്യം പറയുന്നത്. അതെന്താ? യാ അയ്യുഹല്ലദീന ആമനൂ ഖാതിലുൽ ലദീന യലൂനകും മിനൽ കുഫാർ. യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, ഖാതിലുൽ ലദീന യലൂനകും മിനൽ കുഫാർ, നിങ്ങളുടെ അടുത്തുള്ള കുഫാറിനെ വധിക്കണം. യജിദൂ ഫീകും ഗില്ല, നിങ്ങളുടെ തൻ്റെ ഇടം അവരൊന്ന് കാണട്ടെ. വഅലമു അന്നല്ലാഹ മഅൽ മുത്തഖീൻ, അറിയണം അല്ലാഹു മുത്തഖീങ്ങളുടെ ഒപ്പമാണ്. ഇങ്ങനെ കേൾക്കുമ്പോൾ നമുക്ക് തോന്നും ഇതിനകത്ത് ഇത്തിരി കാര്യമുണ്ട് എന്ന് ചിലപ്പോൾ തോന്നും. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങളുടെ അടുത്തുള്ള കാഫിറിനെ വധിക്കണം, നിങ്ങളുടെ തൻ്റെ ഇടം അവനൊന്ന് കാണട്ടെ എന്നാണ് പറയുന്നത്. ഇത്രയാണ് ജാമിദ അതിനകത്ത് ഉദ്ധരിക്കുന്നത്, ആരിഫ് ഉദ്ധരിക്കുന്നത്.
ഇത് 123-ാമത്തെ വചനമാണ്. 124 വചനമുണ്ട്. ആവറ്റ വചനമല്ല അതിനകത്തുള്ളത്, 129 വചനമുണ്ട്. അതിനകത്ത് ബാക്കിയുള്ള ഭാഗത്ത് എന്താ പറയുന്നത്? ഇദാ ഉൻസിലത്ത് സൂറത്തുൻ ഫമിൻഹും മൻ യഖൂലു അയ്യുക്കും സാദത്തുഹു ഹാദിഹി ഈമാനൻ ഫഅമ്മല്ലദീന ആമനു ഫസാദത്തുഹും ഈമാനൻ വഹും യസ്തബ്ശിറൂൻ. ഇവിടെ എന്താ പറയുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല? ഫഇദാ ഉൻസിലത്ത് സൂറത്തുൻ, ഒരു സൂറത്ത് അവതരിക്കുമ്പോൾ, ഫമിൻഹും മൻ യഖൂലു, അവരിൽ ചിലർ പരിഹാസത്തോടു കൂടി ചോദിക്കുന്നു, അയ്യുക്കും സാദത്തുഹു ഈമാനൻ. ഇപ്പൊ ഇത് അവതരിച്ചുകൊണ്ട് ആർക്കാ ഇപ്പൊ ഈമാൻ വർദ്ധിച്ചത്? ഇതിന്ന് നമുക്ക് മനസ്സിലാവില്ല. ഇപ്പം ഇവിടെ സൂറത്ത് അവതരിക്കുന്നുണ്ടോ? ഇവിടെ ഇപ്പൊ സൂറത്ത് അവതരിക്കുന്നുണ്ടോ? അവരിൽ ചിലർ, ആരിൽ? സൂറത്ത് അവതരിക്കുന്നു, അവരിൽ ചിലർ ചോദിക്കുന്നു. അപ്പൊ ഈ സൂറത്ത് അവതരിക്കുന്ന എവിടെയാണ്? മക്കയിലാണ്. ഇവിടെ ഇപ്പൊ സൂറത്തൊന്നും എവിടെ അവതരിക്കുന്നില്ല. ചോദിക്കുന്നത് ആരാ? ഇവിടുത്തെ മുസ്ലിങ്ങളാണോ? അല്ല, അവിടുത്തെ മുശ്രിക്കുകളാണ് ചോദിച്ചത് കളിയാക്കിക്കൊണ്ട്. ഈ സൂറത്തൊക്കെ അവതരിച്ചിട്ട് ആർക്കാ ഇപ്പൊ ഈമാൻ കൂടിയത്? അപ്പൊ അതിന് മറുപടി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, സത്യവിശ്വാസികൾക്ക് ഈമാൻ വർദ്ധിച്ചിട്ടുണ്ട്. സത്യവിശ്വാസികൾക്ക് ഈമാൻ വർദ്ധിച്ചിട്ടുണ്ട് ഈ ആയത്ത്, ഈ സൂറത്ത് അവതരിക്കുന്നതിലൂടെ. വഹും യസ്തബ്ശിറൂൻ, അവർ അതിൽ സംതൃപ്തരുമാണ്. ഇതാണ് ആയത്ത്. ഈ ആയത്ത് പൂർണ്ണമാക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു കാലഘട്ടത്തിൽ വിശ്വാസ സ്വാതന്ത്ര്യത്തിന് ആയുധമെടുക്കേണ്ടി വന്ന ആളുകളുമായി ബന്ധപ്പെട്ടാണ് അത് നിലനിൽക്കുന്നത്. അതുകൊണ്ടാണ് സൂറത്ത് അവതരിക്കുന്ന കാര്യം പറയുന്നത്. ഇവിടെ ഇപ്പൊ വിശുദ്ധ ഖുർആനിലെ ഒരു സൂറത്ത് പോയിട്ട് ഒരു ആയത്ത് അവതരിക്കുന്നുണ്ടോ? ഇവിടെ ഇല്ല. ആ അവതരിക്കുന്ന പശ്ചാത്തലത്തിലാണ് ഇത് മുഴുവൻ നടക്കുന്നത്. അതല്ലാതെ ഒരു സ്വതന്ത്ര സ്റ്റേറ്റ്മെന്റ് അല്ല. നിങ്ങൾക്ക് എവിടെയും പറയാം, ആരോടും പറയാം. പക്ഷെ നമ്മൾ ഇത് നന്നായി മനസ്സിലാക്കി വച്ചിരിക്കണം. ഇതാണ് ഇവിടെ നടക്കുന്നത് എന്ന കാര്യം നമ്മൾ നന്നായി മനസ്സിലാക്കി വച്ചിരിക്കണം. അതാണ് നമ്മൾ പലപ്പോഴും കെഞ്ചുന്ന മാതിരി ഞാൻ എൻ്റെ ഖുത്ബ കേൾക്കുന്ന ആളുകളോട് പറയുന്നത്, നമ്മൾ ഖുർആൻ പഠിക്കണം. ഖുർആനിൽ എന്താണ് ഉള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ ആത്മാഭിമാനത്തോടുകൂടി, ആർജവത്തോടുകൂടി, ആത്മവിശ്വാസത്തോടുകൂടി, കോൺഫിഡൻസോടുകൂടി, ഡിഗ്നിറ്റിയോടുകൂടി, പ്രൗഡോടുകൂടിയുള്ള ഒരു മുസ്ലിമായി നമ്മൾ മാറണം. അതാണ് വേണ്ടത്. ഏതെങ്കിലും അമുസ്ലിം നമ്മളോട് ചോദിച്ചാൽ ഒരു ക്ലിയർ കട്ട് മറുപടി ആ വിഷയത്തിൽ കൊടുക്കാൻ നമുക്ക് കഴിയണം. അതല്ലാതെ എനിക്കറിയാൻ പാടില്ല, അങ്ങനെയൊന്നും ഞാൻ എന്തായാലും കൊല്ലാനൊന്നും പോകുന്നില്ല എന്നൊക്കെ ഉള്ള മറുപടി ഒന്നുമല്ല കൊടുക്കേണ്ടത്. ഖുർആനിൽ ഉള്ളത് ഇതാണ്. ഖുർആൻ ആകെ കാണാതെ പഠിച്ച് ഒരു മുഫസ്സിർ ആകണം എന്നൊന്നും അല്ല നമ്മൾ ആരോടും പറയുന്നത്. ഇപ്പം റമദാൻ, ഖുർആനിൻ്റെ മാസം വരികയാണല്ലോ തൊട്ടുടനെ. അപ്പോൾ കുറച്ചൊക്കെ നമ്മൾ ഇത് പഠിക്കാൻ സന്നദ്ധമാകണം. എപ്പോഴും നമ്മൾ പറയാറുള്ളത് പോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒത്തിരി അനുഗ്രഹങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ട്. ഇത് ബാക്കിയുള്ള ആരോപണങ്ങൾ പോലെയല്ല. ആയിഷ ബീവിയുടെ വിവാഹവുമായി ബന്ധപ്പെട്ട ആരോപണം പോലെയല്ല. അതല്ലെങ്കിൽ ഖുർആനിലെ മറ്റ് ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ആരോപണം പോലെയല്ല. അതുകൊണ്ടാണ് ഇവർ ഇതെടുത്ത് ഉപയോഗിക്കുന്നത്. കാരണം ഇത് കേൾക്കുമ്പോൾ ഏതൊരു നോൺ മുസ്ലിം സഹോദരനും സഹോദരിക്കും തോന്നും ഇത് വലിയ പ്രശ്നമാണല്ലോ, ഇതാണല്ലോ ഞാൻ പറഞ്ഞല്ലോ. എന്നിട്ട് ആങ്കർ ജനൻ ടി വിയിൽ ആ ചർച്ച അവസാനിപ്പിക്കുന്നുണ്ടോ എന്ത് പറഞ്ഞുകൊണ്ടാണ് നിങ്ങൾക്കറിയാമോ? ഇങ്ങനെയുള്ള വാചകങ്ങൾ ഖുർആനിൽ ഉള്ളത് കൊണ്ടാണ്, ഇതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് ലോകത്ത് മുസ്ലിം തീവ്രവാദം വളർന്ന് വികസിക്കുന്നത് എന്നാണ് അയാൾ പറയുന്നത്. ഈ വാചകം നിഷ്പക്ഷമായിട്ട് നമ്മൾ ഖുർആനിലെ ഈ ആയത്തുകളെ സമീപിച്ചാൽ, ഞാൻ പറഞ്ഞല്ലോ, എല്ലാ കാലത്തേക്കും എല്ലാ ദേശത്തുമുള്ള എല്ലാ മുസ്ലിങ്ങളോടുമുള്ള പൊതു നിർദ്ദേശമല്ല ഇത്. മറിച്ച് ആ കാലത്ത് മക്കയുടെയും മദീനയുടെയും ചുറ്റുപാടിൽ വിശ്വാസത്തിൻ്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി താൻ സ്വീകരിച്ച വിശ്വാസം മറ്റുള്ളവരോട് പ്രചരിപ്പിക്കാൻ അനുമതി നൽകാതിരുന്നപ്പോൾ, ആ പ്രവാചകനെ മക്കയിൽ നിന്ന് ഉന്മൂലനം ചെയ്യാൻ ശ്രമിക്കുകയും പറ്റാതെ വന്നപ്പോൾ ആട്ടിയോടിക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്ത ഒരു പശ്ചാത്തലത്തിൽ വിശുദ്ധ ഖുർആൻ നടത്തിയ ഒരു പരാമർശമാണത്. നോട്ട് എ ജനറൽ സ്റ്റേറ്റ്മെന്റ്. പിന്നെന്താണത്? അത് ടൈം ആൻഡ് ടെറിട്ടറി ബൗണ്ടഡ് ആണ്. കാലവും ദേശവുമായിട്ട് ബന്ധിതമായ അള്ളാഹുവിൻ്റെ പ്രസ്താവനകളാണത്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരിക്കലും ഇസ്ലാമിക പ്രചരണത്തിനോ വിശ്വാസത്തിൻ്റെ നിർബന്ധത്തിനോ വേണ്ടി ഒരാളുടെ നേരെ പോലും ആയുധമെടുത്തിട്ടില്ല. അത്തരം സന്ദർഭങ്ങളിലെല്ലാം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഞാൻ കാരുണ്യത്തിൻ്റെ പ്രവാചകനാണ് എന്നാണ്.
ഞാൻ ആരെയും ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി വന്നതല്ല. ഇനി ഇതുപോലുള്ള ഒരു കുറേ ആയത്തുകൾ വേറെയുമുണ്ട്. ആ ആയത്തൊക്കെ നമ്മൾ പഠിച്ചാൽ നമുക്ക് ഇന്നുള്ള ഒരു കോൺഫിഡൻസ് അല്ല ഉണ്ടാവുക. നമുക്ക് ആരുടെ മുൻപിലും ഞെളിഞ്ഞ് ഞാനൊരു മുസ്ലിമാണ്, എന്താ നിങ്ങൾക്ക് അറിയേണ്ടത് എന്ന് ചോദിക്കാൻ നമുക്ക് സാധിക്കണം. ആ ഒരു ആത്മവിശ്വാസത്തിലാണല്ലോ ഞാനിവിടെ നിന്നത് പറയുന്നത് തന്നെ. അതുകൊണ്ടാണ് നമ്മളിതൊരു വിഷയമാക്കിയത്. ഇത് കേൾക്കുന്ന ഒരാളും വിചാരിക്കേണ്ടതില്ല ഇനി എങ്ങാനും ഖുർആനിൽ വല്ലയിടത്തുമൊക്കെ ഉണ്ടോ. ഇനിയിപ്പോൾ ഇവരെ അവതരിപ്പിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ ഇൻറ്റൻസിറ്റി കൂടിയ 2 ആയത്താണ് ഇപ്പം ഞാൻ വിശദീകരിച്ചത്. ഇനി ബാക്കിയൊക്കെ ഇതിൻ്റെ താഴെയാണുള്ളത്. ഏറ്റവും ഇൻറ്റൻസിറ്റി കൂടിയ, തീവ്രത കൂടിയ 2 ആയത്താണ് ഇത്. അതിൻ്റെ കോലാണ് ഈ പറഞ്ഞത്. അപ്പം അതുകൊണ്ട് ആ നിലയ്ക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആൻ പഠിക്കാനും ആ പഠിച്ചത് ജീവിതത്തിൽ പകർത്താനും അത് മറ്റുള്ളവർക്ക് പകർന്നു നൽകാനും അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വന്നുപോയ വീഴ്ചകൾ പടച്ചമ്പുരാൻ നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ തൊട്ടടുത്ത ആശുപത്രി രോഗികളായി കഴിയുന്ന ആളുകൾക്ക് അള്ളാഹു ആശ്വാസം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ സദസ്സിലിരിക്കുന്ന ആളുകൾക്ക് ശാരീരികമായും സാമ്പത്തികമായും മാനസികമായും പ്രയാസം അനുഭവിക്കുന്ന ആളുകളുണ്ട്. അവർക്കെല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ആശ്വാസം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിജമീഅൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈൻ ഫസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.